എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഡെയിലി വ്ളോഗൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. 10-20 ആൾക്കാർ മാത്രമാണ് എൻ്റെ വീഡിയോ കാണാറുള്ളൂ. ഇപ്പോഴുള്ള സബ്സ്ക്രൈബേഴ്സ് പോലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അതിലൊരു മാറ്റം ഉണ്ടാവാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീടും വീട്ടുകാരെയും അതുപോലെ ഡെയിലി ആക്ടിവിറ്റീസും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, നമുക്ക് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉച്ച വരെയുള്ള ചെറിയ വ്ളോഗായിരിക്കും ഇന്ന്. സാധാരണ എല്ലാവർക്കും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവ് ദിവസമായിരിക്കും. എന്നാൽ എൻ്റെ കാര്യം ഒരു 2 വർഷത്തോളമായിട്ട് ശനിയും ഞായറും ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ചാവക്കാട് നിന്ന് കുറച്ചധികം ദൂരം പോകണം കൊടുങ്ങല്ലൂർക്ക്. രാവിലെ തന്നെ ഒരു കപ്പ് ചായയും കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ മുറ്റത്തൂടെ നടക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ആണെങ്കിൽ കൂടെ നമുക്കൊന്നും ഒട്ടും തന്നെ സമയമില്ല. 8 മണി കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. 2 മാസവും 2 വയസ്സുമായിട്ടുള്ള 2 കുഞ്ഞിപ്പുഴുക്കളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് പോണത് കാരണം തന്നെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ നമുക്ക് ചെയ്ത് തീർത്തിട്ട് വേണം പോകാനായിട്ട്. 2 മാസമായ ആൾക്ക് പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടാണ് നമ്മളിവിടുന്ന് പോകാറ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് അധികം നാൾ വിട്ടു നിൽക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ക്ലാസ്സിലോട്ട് പോയി തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം തന്നെ എനിക്കുണ്ട്. അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്ലാബൊക്കെ തുടച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ പാചകം തുടങ്ങാനായിട്ട്. അടുക്കളയുടെ മുകളിൽ ഷീറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എലിയൊക്കെ കയറാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലൈസോളൊക്കെ ഇട്ടിട്ടാണ് സ്ലാബ് വൃത്തിയാക്കാറ്. ഒരടുപ്പിൽ ചായയും മറ്റേ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. മാന്തൽ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കറി വെക്കാനായിട്ട് പോകുന്നത്. ഒരു തക്കാളിയും 2-3 പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കുക. ഞാനിപ്പോൾ തന്നെ പൊടികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. കാരണം മുളക് പൊടിയൊക്കെ കയ്യുമ്മലായാലും ഉണ്ണീനെ എടുക്കേണ്ടത് കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ആദ്യം തന്നെ കുഴച്ചെടുത്ത്. ചിലരിതെല്ലാം കൂടി വഴറ്റിയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുഞ്ഞിപ്പുഴുവിൻ്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആളെപ്പോഴും സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആളുടെ ശബ്ദം ഇതിൽ ഉൾക്കൊള്ളിക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മാന്തൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അച്ഛന് ചാറ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും കറി വറ്റിച്ചെടുക്കുന്നില്ല. അപ്പുറത്തെ അടുപ്പിൽ ഉപ്പേരിക്കുള്ള ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കുപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ നമ്മുടെ അടുപ്പിന് വലിയ ഭംഗിയൊന്നുമില്ല. ഒരു 24 വർഷത്തെ പഴക്കം ഈ അടുപ്പിനുണ്ട്. ഞാനൊരു നഴ്സറി പഠിക്കുന്ന കാലത്ത് വാങ്ങിച്ചിട്ടുള്ളതാണെന്നാണ് അമ്മ പറയാറ്. അരികിലുള്ള സ്റ്റീലൊക്കെ പൊട്ടി മടങ്ങിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഈ അടുപ്പിനുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴേക്കും ചോപ്പറിൽ അരിഞ്ഞെടുത്ത സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കറികൾ ഇളക്കി കൊടുക്കുന്ന കയ്യിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ അടപ്പ് പെട്ടെന്ന് വൃത്തിയേടാവില്ല. എല്ലാം കൂടി ഒന്ന് ഒതുക്കി കൂട്ടിയിട്ട് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയാകും. വെണ്ടയ്ക്ക് ഉപ്പേരി അടച്ച് വെച്ച് വേവിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഭയങ്കര കൊഴുപ്പുള്ള പോലെ തോന്നാറുണ്ട്. നമ്മുടെ മാന്തൽ കറിക്ക് ഇടാനായിട്ട് 2 പീസ് കുടംപുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ മാന്തലിന് ഒട്ടും തന്നെ വേവില്ലാത്തത് കൊണ്ട് ഒന്ന് കൂട്ടി തിളച്ചപ്പോൾ ഞാൻ കറി ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാക്കണം. അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവ് തയ്യാറാക്കണം. ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര ആഡ് ചെയ്യുന്നതാണ് ഒന്നും കൂടി ഹെൽത്തി. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഏലക്കാപ്പൊടിയും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കണം. കിണ്ണത്തിൽ നെയ്യോ വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതേ കിണ്ണത്തപ്പം തന്നെ നമുക്ക് തലേദിവസം അരി കുതിർത്ത് വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ്. അങ്ങനെ ഇപ്പോഴത്തെ പണിയുടെ അവസാന ഘട്ടമെന്നാണ് നമ്മുടെ മാന്തൽ കറി. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വറവിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് മോനെ ഫീഡ് ചെയ്ത് മോനുള്ള പാലൊക്കെ എടുത്ത് വെച്ച് അവന് കൊടുക്കേണ്ട മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അങ്ങനെ റെയിൻകോട്ടും ക്ലാസ്സിലെ രജിസ്റ്റർ ബുക്കും വെള്ളവും എല്ലാം എടുത്തുകൊണ്ട് അമ്മയുടെ മക്കളോടും ഒക്കെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ യാത്ര തുടങ്ങി.
ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് ഇപ്പം തന്നെ ക്ലാസ്സിൽ പോയി തുടങ്ങുന്നത്, കുറച്ചും കൂടിയൊക്കെ റെസ്റ്റൊക്കെ എടുത്തൂടെ എന്നൊക്കെ. റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ക്ലാസ് 2 മാസത്തോളം നമ്മൾ വേറൊരു ടീച്ചറെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ അരങ്ങേറ്റമായിട്ടുള്ള ഈ വർഷം തന്നെ അരങ്ങേറ്റമായിട്ടുള്ള പിള്ളേരുണ്ട്. പിന്നെ കലോത്സവത്തിൻ്റെ ഒരു സീസണാണ്, അപ്പോൾ കലോത്സവത്തിന് പഠിക്കാനായിട്ട് വരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഇത്രയും വർക്കുകളുള്ള സമയത്ത് ഇനി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ വിട്ടു നിന്നാൽ അത് ക്ലാസ്സിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. പിന്നെ ആഴ്ചയിൽ 2 ദിവസം മാത്രമല്ല നമുക്ക് ക്ലാസ് ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ മോൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ മോൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് മോനും ബെസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അമ്മ നല്ല രീതിയിൽ തന്നെ അവനെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല. 9:45 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ടായി. അപ്പോൾ 2-3 പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായി. കുറച്ച് നേരം നമ്മൾ കൂടുതൽ പിള്ളേർ വരാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും വന്നപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങി. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളെ കല്യാണം കഴിച്ചയച്ച് ആ വീട്ടിൽ എല്ലാവരും തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് അവരവരുടെ ജോലിക്കായിട്ട് അവർ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്രം വീട്ടിൽ തനിച്ചാകുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ. നമ്മുടെ ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് അമ്മേനോട് പൈസ ചോദിക്കും. അതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഹസ്ബൻഡിനോട് പൈസ ചോദിക്കും. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ള തോന്നലിൻ്റെ അവസാനത്തിലാണ് ഞാൻ നിങ്ങളെ മോളെ പ്രസവിച്ച് 1 വർഷത്തിന് ശേഷം അവളുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ വളരെ സന്തോഷം തരുന്ന നമ്മുടെ പാഷനായിട്ടുള്ളൊരു ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാനും അനിയത്തിയും തിരിച്ചു വരികയാണ്. ഞങ്ങൾ 2 വീലറിൽ തീരദേശ റോഡ് വഴിയാണ് പോയിരുന്നത്. വാടാനപ്പള്ളിയിലുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു തോടും കടലും കൂടിയിട്ട് ഒന്നാവുന്ന ഒരു സ്ഥലം. വൈകുന്നേരങ്ങളിലൊക്കെ ഇതുവഴി പോകുമ്പോൾ സൂര്യാസ്തമയമൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റായിട്ട് എഴുതണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സമയം 2 മണിയുടെ അടുത്തപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റാ.